എന്റെ പോസ്റ്റ് വന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു പറഞ്ഞ് ഡയലോഗ് അടിച്ചിടുന്ന കാര്യമില്ല. പുള്ളിക്കാരനും ഒരു കഴിവുമില്ല. രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വമ്പം പരാജയം എന്ന് പറഞ്ഞാൽ വമ്പം പരാജയം. ഇന്ന് ഡൽഹിയിലെ നിയമസഭ ഇലക്ഷൻ നടന്നു. വമ്പം ഭൂരിപക്ഷത്തിൽ BJP അവിടെ ജയിച്ചു. ആനമുട്ടയാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, രാജ്യത്ത് രാഹുൽ ഗാന്ധി തരംഗം. ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ ബഹളം വെക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് ഒട്ടും കഴിവില്ലാത്ത ഒരാളാണ്. പുള്ളിക്കാരനെ കൊണ്ട് ഈ രാഷ്ട്രീയ പരിപാടിയൊന്നും നടക്കുന്ന ഒരാളൊന്നുമല്ല. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹി തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാതെ രണ്ടായിട്ട് നിന്ന് മത്സരിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസിൽ അറസ്റ്റിലായപ്പോൾ, അല്ലെങ്കിൽ അഴിമതി കേസിൽ അറസ്റ്റിലായപ്പോൾ അതിനെ പ്രതിരോധിച്ച ഒരാളാണ് ഇത് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി ഇപ്പൊ ഇലക്ഷന് പുള്ളിക്കാരൻ അഴിമതിക്കാരനാണ്, അരവിന്ദ് കെജ്രിവാളൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പൊ എന്ത് നിലപാടാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം അധികാരം കിട്ടാൻ വേണ്ടി കണ്ട ചപ്പ് ചവറ് ചുണ്ണാമ്പിനെ എല്ലാം കൂടെ പിടിച്ചിട്ട് ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ ഒരു സഖ്യം ഉണ്ടാക്കും. ഈ സഖ്യത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? രാഹുൽ ഗാന്ധി ഈ സഖ്യത്തിൽ എത്ര പേര് അനുകൂലിക്കുന്നുണ്ട്? എന്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയപരമായിട്ട് ഒരു കഴിവില്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നിരിക്കുന്ന സ്ഥാനത്തിലൊട്ടും യോഗ്യനല്ലെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ഇന്ന് പ്രതിപക്ഷത്തെ നയിക്കുന്നിടത്തോളം കാലം ഇവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. രാഹുൽ ഗാന്ധി വളരെ ഫ്ലോപ്പാണ്, ഒട്ടും കഴിവില്ലാത്ത ഒരു നേതാവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക യെസ് എന്ന്. അതോടൊപ്പം നമ്മുടെ പേജ് കൂടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോദിയെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് 10-30 സീറ്റ് കുറച്ചാണ് കിട്ടിയത്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അന്ന് ഇവിടെ ആൾക്കാരെല്ലാം പറഞ്ഞു മോദി ഇതാ ഇനി സഖ്യ സർക്കാരാണ് ഇവർ വരാൻ പോകുന്നത്, ഇവരൊന്നും അല്ലാതാകാൻ പോവുകയാണ്, മോദി ചിലപ്പോ 5 വർഷം പൂർത്തിയാക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിന് ശേഷം എത്ര സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് വല്ലതും അറിയാമോ? എത്ര സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു? ഹരിയാനയിൽ നടന്നു, മഹാരാഷ്ട്രയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. ഹരിയാനയില് അവിടെ അധികാരത്തിൽ ഇരുന്ന പാർട്ടിയാണ്, എന്നിട്ട് പോലും അവർ വീണ്ടും അധികാരം പിടിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഡൽഹിയാണ്. ഇവര് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധി. ഇവര് രണ്ടായിട്ടും കൂടി മാറി എന്നിട്ട് പരസ്പരം ചെളി വാരി എറിഞ്ഞു. ഒടുവിൽ എന്ത് സംഭവിച്ചു? അധികാരം പോയി. അരവിന്ദ് കെജ്രിവാൾ വരെ അവിടെ തോറ്റു. ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസിന് കിട്ടിയ ആന മുട്ടയാണെന്നുള്ളതാണ്. ആന മുട്ട. ഞാൻ വ്യക്തമായി പറയാം, ഈ പുള്ളിക്കാരന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഇപ്പം ഈ നെഹ്റു ഫാമിലി ജനിച്ചത് കൊണ്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് കുടുംബ പാരമ്പര്യത്തിന്റെ ഒക്കെ പേരിൽ ഇവരുടെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനെ പിടിച്ചിട്ട് അധികാരം കൊടുത്തു വെച്ചിരിക്കുക. എന്ത് കാര്യത്തിനാന്ന് എനിക്കറിയത്തില്ല. ഒട്ടും കഴിവില്ലാത്തവരുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോമാളിത്തരമായി പോകും എന്ന് പറയുന്ന പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു അവസ്ഥ. പുള്ളിക്കാരൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്, വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരന് ഒട്ടും കഴിവില്ല. അത്യാവശ്യം നല്ല ഒരു നേതാവിനെ ഇവരുടെ ഫാമിലിക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥാനത്ത് ഇരുത്തിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും BJP രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീഷൻ പോലും BJPയും കോൺഗ്രസും തമ്മിൽ ഈ രാജ്യത്ത് എവിടെയില്ല. ഈ രാജ്യത്ത് എവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിയെ വിലയിരുത്താൻ പറ്റുന്നതാണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിക്കൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 2 ടേം ഹരിയാന ഭരിച്ചു BJP, അതിനുശേഷം മറിച്ചിടാമായിരുന്നു. പറ്റിയില്ല രാഹുൽ ഗാന്ധിയെ പറ്റി. രാഹുൽ ഗാന്ധിയെ കൊണ്ട് സംഭവിക്കുന്നേ ഇല്ല, പറ്റുന്നേ ഇല്ല. മഹാരാഷ്ട്ര BJP ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ശിവസേന പിളർന്നു വന്ന സഖ്യമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ വമ്പ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു വന്നു. ഇതെല്ലാം കഴിയാൻ നേരത്തെ ഇവരിരുന്ന് ഡയലോഗ് അടിക്കും, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കും. കർണാടകയിൽ ഈ ഡയലോഗ് ഒന്നും അടിക്കണ്ട. കർണാടകയിലെ വോട്ടിംഗ് മെഷീൻ അടിപൊളിയും. അവർ പറയുന്നത് വെച്ചാൽ അവരുടെ DK ശിവകുമാർ ഉള്ളത് കൊണ്ട് അവിടെ തിരുമല നടന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. തിരുമല നടത്താൻ DK ശിവകുമാറിന്റെ അനുവാദം വല്ല ആർക്കെങ്കിലും വേണം തിരുമല നടത്താനാണെന്നുണ്ടെങ്കിൽ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തു നിന്ന് പിന്നെ മോദി വരുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലല്ലായിരുന്നോ സർക്കാർ ഇരുന്നത്? കാവൽ പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ. അപ്പൊ അത്രയ്ക്ക് കഴിവില്ലാത്ത ഒരാളാണോ തിരുമല നടത്താൻ? ഇവിടുത്തെ സർക്കാർ സംവിധാനം മുകളിൽ മോദി കൊണ്ടുപോയോ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമൊന്നുമില്ല. ഇതൊരു കുടുംബ പാർട്ടി മാത്രമാണ്, അമ്മയും മക്കളും കൂടെ ഒരു പാർട്ടിയാണ്. ഇതിനകത്തോട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവർക്ക് വേണ്ടി ജയ് വിളിക്കും. ഇവർക്ക് ജയ് വിളിക്കാത്തവരൊക്കെ പുറത്തും പോകും. ഒരു കാര്യമില്ലാത്തൊരു ഫാമിലി പാർട്ടി. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയും വീണിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥലത്തല്ല ഇവര് പരസ്പരം അടികൂടും, ബഹളം വെക്കും. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സാധനം തന്നെ ഇന്ന് ഇന്ത്യയിലില്ല. നമ്മുടെ കേരളത്തിലെ കുറച്ച് മീഡിയക്കാരൊക്കെ ഇരുന്നിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. ഞാൻ ഇപ്പോഴും പറയാം, ഞാനും നിങ്ങളും ഈ നെഹ്റു ഫാമിലിയുടെ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പോസ്റ്റ് ചെയ്യുന്നേനെ, നമ്മൾ ആ പോസ്റ്റ് ചെയ്യുന്നേനെ. നമ്മൾ ഈ കോൺഗ്രസിന്റെ മുതിർന്ന തലമുതിർന്ന നേതാക്കന്മാരൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് രാഹുൽജി എന്നൊക്കെ പറയുന്നുണ്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേരിന്റെ അറ്റത്തൊരു ജി ഒക്കെ വന്നിട്ട് നിങ്ങൾ നേരെ തരംജി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മുമ്പിൽ വന്നത്. ഇത്രയേ ഉള്ളൂ ഈ സാധനം. രാഹുൽ ഗാന്ധി ഇത്രയേ ഉള്ളൂ.
ഇന്ന് കിട്ടിയ ആനമുട്ടയാണ് രാഹുൽ ഗാന്ധിയുടെ ട്രോഫി എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ആൾക്കാരെ പറയുന്നുണ്ട് ഇവിടെ BJP മതം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്, ഇപ്പൊ കോൺഗ്രസ് പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്, ഇവിടെ വഖഫ് ബോർഡിന് ഇത്രയും നിയമങ്ങൾ എഴുതി കൊടുത്തു, പിന്നെ എന്തിന്റെ പേര് ന്യൂനപക്ഷ പ്രീണനമല്ലേ, പിന്നെ അല്ലാതെ എന്താ കാണിച്ചത്, ന്യൂനപക്ഷ പ്രീണനമല്ലേ. ഈ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കാം, കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു മുസ്ലിം പാർട്ടിയാണ്, അവരെല്ലാം താങ്ങി നിർത്തുന്നത്. അവരെ പാലക്കാട് ഇലക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പബ്ലിക്കായിട്ട് പറഞ്ഞില്ല SPP അവർ വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലുള്ള ആൾക്കാരുടെ വോട്ട് വാങ്ങിയിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തീവ്ര വിഭാഗത്തിന്റെ ഒക്കെ വോട്ട് മതം പറഞ്ഞ് തന്നെ വാങ്ങുന്നു. ഇതിന്റെ പേര് മതേതരത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല കോമഡിയാണ് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ, പുള്ളിക്കാരനെ കൊണ്ട് ഒരു കഴിവും പ്രാപ്തിയില്ലെന്ന് തോന്നുന്നുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ പോലും പുള്ളിക്കാരൻ ആന മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനെ കൊണ്ട് പറ്റത്തില്ല, ഒരു കഴിവില്ലാത്ത ഒരാളാണ്, ഒരു കഴിവില്ലാത്ത ഒരാള്. പിന്നെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമ്മളെ പല പേരും നിങ്ങൾ വിളിക്കുകയായിരിക്കും. ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ, കോൺഗ്രസിൽ കുറച്ചുകൂടെ കഴിവുള്ള ആൾക്കാർ വരട്ടെന്ന്. ഈ കുടുംബത്തിന് വെളിയിൽ ആരും ഇല്ലേ കോൺഗ്രസിൽ നിന്ന് ആൾക്കാർ? ചില ആൾക്കാർ പറഞ്ഞു ഇവര് കുടുംബത്തിന് രക്തസാക്ഷിത്വം വഹിച്ച ഫാമിലിയാണ് എന്നും പറഞ്ഞ് കൊച്ചുമോനെയൊക്കെ പിടിച്ച് എന്തിനാണ് ഈ പോസ്റ്റ് ചെയ്തിരുന്നത്? അപ്പം നാളെ രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു മോനുണ്ട്, അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആ പയ്യനാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുടുംബ പാരമ്പര്യം വെച്ച് കുറച്ച് ആൾക്കാരെ പിടിച്ച് അവിടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആക്കും. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരുടെ വാലായിട്ട് നിൽക്കണം, അടിമയായിട്ട് നിൽക്കണം. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഒട്ടും കഴിവില്ലാത്ത, രാഷ്ട്രീയത്തിൽ ഒട്ടും കഴിവില്ലാത്ത. ഇവ 2-3 ഇലക്ഷൻ കഴിഞ്ഞു സ്റ്റേറ്റ് ലെവലിലുള്ള പ്രതിപക്ഷ നേതാവായതിനു ശേഷം. പുള്ളിക്കാരൻ തന്നെ 99 സീറ്റ് കിട്ടിയപ്പം പൊട്ടൻ ലോട്ടറി അടിച്ച പോലെയാണ് നിന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബമ്പർ അടിച്ച ആൾക്കാരില്ലേ, ബമ്പർ അടിക്കാൻ നേരത്തിങ്ങനെ ആവുന്നൊക്കെ നിൽക്കത്തില്ല. ഇതുപോലെയാണ് ലോകസഭയിൽ രാഹുൽ ഗാന്ധിക്ക് 99 സീറ്റ് കിട്ടിയപ്പോൾ പുള്ളിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. പുള്ളി ഭരണവും പ്രതീക്ഷിച്ചില്ല, ഒന്നും പ്രതീക്ഷിച്ചില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും പ്രതീക്ഷിച്ചില്ല. ഇവിടുത്തെ കുറെ മീഡിയക്കാർ ഇരുന്നിട്ട് രാഹുൽ ഗാന്ധി വരുന്നേ അല്ലെ പുലി വരുന്നേന്നൊക്കെ പറയുന്നവർ വന്നതുമില്ല, ഒരു കാര്യവും ഇല്ല. പ്രതിപക്ഷത്തിന്റെ പോസ്റ്റിംഗ് കിട്ടി, കസാരയും കിട്ടി, അത് യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. ആ പാർലമെന്റിൽ എന്തൊക്കെയാ കാണിക്കുന്നത് പോലും അറിയത്തില്ല. വല്ലതൊക്കെ വിളിച്ച് പറയാൻ ട്രോളിപ്പോവും. അമ്മയും മോനും കൂടെ ഈ അടുത്ത സമയത്ത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ട്രോളി പോകുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം കഴിയുമ്പോൾ ബോറെന്നാണോ പറയേണ്ടത്? അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്? ഇതിന് പോലും ശേഷിയില്ലാത്ത ഒരാളാണ്. ഇവിടെ കുറെ ആൾക്കാർ ചുമ്മാ തലകേറ്റി വെച്ചുകൊണ്ട് നടക്കാം രാഹുൽ ഗാന്ധി രാജ്യം. നമ്മൾ എന്തിന് കേരളത്തിലെ ഷാഫി പറമ്പിലിനൊക്കെ ഈ പോസ്റ്റ് കൊടുക്കും, പുള്ളിക്കാരൻ പെർഫോം ചെയ്യില്ല. ശശി തരൂരിന് പ്രതിപക്ഷ നേതാവ് പോസ്റ്റ് കൊടുക്കും. കേരളത്തിൽ നിന്ന് തന്നെ എത്ര നല്ല ആൾക്കാരുണ്ട് കോൺഗ്രസിൽ, ഇവർക്കാർക്ക് കൊടുക്കത്തില്ല. കാരണം എന്താ പറയുക, ഇവരാരും നെഹ്റു ഫാമിലി മെമ്പർ അല്ല. ഇത് തന്നെ പ്രശ്നം. ഈ ഫാമിലിയിൽ വരുന്ന ആ പ്രിയങ്ക ഗാന്ധി, എവിടെ കിടക്കുന്ന പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഇവിടെ ന്യൂനപക്ഷ വോട്ട് ബാങ്കുള്ള വയനാട്ടിൽ നിന്ന് മത്സരം ജയിച്ചു പോവാണ്. മോദിയെ ഒക്കെ എതിരിടാനായിട്ട് നിൽക്കേണ്ട പ്രിയങ്ക ഗാന്ധിയൊക്കെ വലിയ വലിയ സ്റ്റേറ്റിൽ പോയി ആ സ്റ്റേറ്റ് പിടിച്ചെടുക്കാനൊക്കെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒളിച്ചും പാത്തും വന്നിട്ട് വയനാട്ടിൽ ആര് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നാലും ജയിക്കുന്ന മണ്ഡലമാണ് വയനാട്. ഇപ്പൊ ഗോവിന്ദച്ചാമിയെ നിങ്ങൾ കൊണ്ട് നിർത്തി കൊടുക്കും, ഗോവിന്ദച്ചാമിയും ജയിക്കുന്ന മണ്ഡലമാണ് വയനാട്. ആ മണ്ഡലത്തിലൊക്കെ വന്നിട്ട് ആര് നിൽക്കുകയാണ്? പ്രിയങ്ക ഗാന്ധിക്ക്. ഇത് ഫാമിലി പൊളിറ്റിക്സ് മാത്രമാണ്, ഫാമിലി പാർട്ടി മാത്രമാണ്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ തുറന്നു പറയണ്ടേ? വേറെ നല്ല ആരെങ്കിലുമൊക്കെ വന്നായിരുന്നെങ്കിൽ ഇതിൽ പെർഫോം ചെയ്തേനെ രാജ്യത്ത് കോൺഗ്രസ്. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം വേണം, BJPയുടെ ഒപ്പം രാജ്യത്ത് പ്രതിപക്ഷവും വേണം. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പേരിനൊരു ആളുണ്ടോ നല്ലത് ആ ഫാമിലിയിൽ? ഇപ്പോ രാഹുൽ ഗാന്ധി ഉണ്ട്, പ്രിയങ്ക ഗാന്ധി ഉണ്ട്, രണ്ടുപേരും വന്ന് ഇവരൊക്കെ ഈ അടുത്ത സമയത്ത് നോക്കാൻ പ്രിയങ്ക ഗാന്ധി ഈ ഫലസ്തീന്റെ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. രാജ്യത്ത് എന്തെല്ലാം വിഷയങ്ങൾ നിൽക്കുകയാണ്, അപ്പോഴാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗുമായിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം ന്യൂനപക്ഷ പൊളിറ്റിക്സ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ വരെ ഈ ഫലസ്തീൻ വിഷയം തന്നെ ഇവിടെ ആൾക്കാർ എടുത്തു പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവരുടെ ഒരു മതപരമായിട്ടൊരു ഇഷ്യൂ കൂടിയാണ് ഇത് ഫലസ്തീൻ ഹമാസ് വിഷയമൊക്കെ. ഇതിനെയൊക്കെ ചുമ്മാ ഒന്നൊന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടി ഇവർ ഓരോ ഡയലോഗ് അടിക്കും. ഫലസ്തീൻ അനുകൂല റാലിയും ഐക്യദാർഢ്യ റാലി എന്നൊക്കെ പറഞ്ഞത്. ഈ മോദി ഹിന്ദുത്വം പറയുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ്. ഇതിൽ കൂടുതലൊന്നും. എന്തായാലും നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി. എന്റെ പോസ്റ്റ് വന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചൊന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ചിടുന്ന കാര്യമില്ല. പുള്ളിക്കാരനും ഒരു കഴിവുമില്ല. രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന രീതിയിൽ പുള്ളിക്കാരൻ വമ്പം പരാജയം എന്ന് പറഞ്ഞാൽ വമ്പം പരാജയം.